ഹായ് സ്റ്റുഡൻസ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 സ്ട്രിംഗ് എന്നുള്ള പോർഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആ സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ലെറ്റ് S1 ഈക്വൽ ടു ആപ്പിൾസ് ബി എ സ്ട്രിംഗ്. സോ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു സ്ട്രിംഗ് തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മേ ബി വരാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇതൊരു ഫംഗ്ഷനാണ്, ലെൻ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുക? ദ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിംഗ്. ഓക്കെ, അപ്പോൾ S1 എന്നുള്ള സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. 6 ക്യാരക്ടേഴ്സ് ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് 6 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കൊരു ജസ്റ്റ് ഒരു നോക്കാം. നമുക്ക് ഈ ഒരു സ്ട്രിങ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇൻഡെക്സിങ് ചെയ്യാൻ പറ്റും. നമ്മൾ എലമെൻറ്റ്സ് സ്ട്രിങ്ങിനകത്തുള്ള ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇൻഡെക്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആണ്. 0 പോസിറ്റീവ് ഇൻഡെക്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം 0. സോ 0 1 2 3 4 5. ഓക്കെ, സോ നമുക്ക് സപ്പോസ് ഇതിനകത്ത് ഫസ്റ്റ് ക്യാരക്ടർ റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? പ്രിൻറ്റ് S1 ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അതിനകത്ത് 0 എന്നുള്ള ഇൻഡെക്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? A എന്നുള്ള ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് അല്ല, ഒരു റേഞ്ച് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. സോ ഇതാണ് സ്ലൈസിങ് ഓപ്പറേഷൻ. കാരണം ഈ കോളൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സ്ലൈസിങ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സ്ലൈസിങ് നമ്മൾ ഒരു റേഞ്ച് ഓഫ് ക്യാരക്ടർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ട്രിങ്ങിനകത്ത് നിന്നുള്ള ഒരു റേഞ്ച് ഓഫ് സ്ട്രിങ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലൈസിങ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്ലൈസിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സോ 0th ഇൻഡെക്സ് സ്റ്റാർട്ട് ഇൻഡെക്സ്, എൻഡിങ് ഇൻഡെക്സ് 4th ഇൻഡെക്സ് ആണ്. ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എൻഡിങ് ഇൻഡെക്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വരാം. അപ്പോൾ നമ്മൾ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. 0th ലൊക്കേഷനിലുള്ള ക്യാരക്ടർ പ്രിൻ്റായി വരും, ഫസ്റ്റ് ലൊക്കേഷനിൽ പ്രിൻ്റായി വരും, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫോർത്ത് ഇൻഡെക്സ് എൻഡ് വാല്യൂ ആണ്. എൻഡ് വാല്യൂ ഒരിക്കലും ഔട്ട്പുട്ടിൽ വരില്ല, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. സോ ഇതിനകത്ത് എൻഡിങ് ഇൻഡെക്സ് എക്സ്ക്ലൂഡഡ് ആയിരിക്കും. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 3 വരെയുള്ള ഇൻഡെക്സിനകത്തുള്ള കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സ്. സോ ഈ ഒരു സ്ലൈസിങ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോഴ്സിനകത്ത് ആദ്യത്തെ 4 ലെറ്റേഴ്സാണ് ഡിസ്പ്ലേ ആയി വരാം. ഈ ഒരു സ്ട്രിങ് ആണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരാം. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് എപ്പോഴും എക്സ്ക്ലൂഡഡ് ആയിരിക്കും, അത് മാത്രം ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വൺ S1 ഓഫ് 6 ആണ്. സോ നോക്കാം, നമുക്ക് 6th ഇൻഡെക്സ് ഇവിടെ അവൈലബിൾ ആണോ? നോക്കിക്കഴിഞ്ഞാൽ 6th ഇൻഡെക്സ് അവൈലബിൾ അല്ല. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇൻഡെക്സ് എറർ ആണ് അവിടെ ഡിസ്പ്ലേ ആയി വരാം. ഇൻഡെക്സ് എറർ. സോ സ്ട്രിങ് ഇൻഡെക്സ് എന്താണ്? ഔട്ട് ഓഫ് റേഞ്ച് ആണ്. സോ ഇൻഡെക്സ് എറർ ആണ് അവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ടാവുക. S1 ഓഫ് -4. സോ നെഗറ്റീവ് ഇൻഡെക്സും സ്ട്രിങ്ങിൽ പോസിബിൾ ആണ്. നെഗറ്റീവ് ഇൻഡെക്സ് ലാസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ -1, -2, -3, -4, -5, -6. ഓക്കെ, സോ S1 ഓഫ് -4. സോ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് P എന്നുള്ള ഈ ഒരു ക്യാരക്ടറാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. താങ്ക് യു.